ക്രേസി ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായി ഒരു വലിയ വീഡിയോ എടുത്തിട്ട് ഇന്ന് കുറച്ച് സമയം കിട്ടി, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വളരെ റെയറായിട്ടുള്ള അധികം നേഴ്സറികളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത 3 ചെടികളെ കാണിക്കുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില ചെടികളെ പിടിപ്പിക്കാനായിട്ട്, എല്ലാ ചെടികളെ അല്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തതയാർന്ന ഇലകളുള്ള എന്നാൽ അതിൻ്റെ പല ഉപയോഗങ്ങളുമുള്ള മനോഹരങ്ങളായ ഈ ചെടികളെ ഒന്ന് എല്ലാവരെയും കാണിക്കുവാനായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെടികളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റിനെയാണ്. ഈ പ്ലാന്റിൻ്റെ പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെ ഒരു പേരുള്ള പ്ലാന്റ് ഉണ്ടോ എന്ന്. ഇത് പഴുതാര പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പഴുതാരയുടെ ഒരു ആകൃതിയൊക്കെ ഉള്ളത് കൊണ്ട് ആയിരിക്കാം ഇതിനിങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും ഇതിന് പഴുതാരയെ ഓടിക്കുവാനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ഇവയുടെ ഈ നീരും അതുപോലെ തന്നെ തണ്ടുമെല്ലാം എടുത്ത് നല്ലവണ്ണം ചാലിച്ച് പഴുതാര കടിച്ചു കഴിഞ്ഞാൽ അവിടെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നീരും അതിൻ്റെ ദോഷങ്ങളൊക്കെ മാറുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പഴുതാര ചെടി എന്ന ഈ ചെടി നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ ഇതിൻ്റെ ഭംഗി കൊണ്ട് തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത് പഴുതാരയുടെ ആ ഒരു കാലുകൾ പോലെയൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന അതിൻ്റെ ലീഫാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് ആണ് നമ്മളൊരു പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിലും ഒറ്റ ട്രിപ്പൊക്കെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ 4, 5 ഒക്കെ നട്ട് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഒരു ചെടി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. ധാരാളം വെള്ളവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. കാണാൻ ഭംഗിയുമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഉപകാരവും ഉപയോഗവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെടി, അധികം കാണാത്ത ഈ ചെടി നമ്മുടെ വീടിൻ്റെയും മുറ്റത്തെ അലങ്കരിച്ചാൽ അതൊരു പ്രത്യേകത തന്നെയല്ലേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ പേരുള്ള ഒരു ചെടിയാണ്. ഡ്രോപ്പ് ടങ് എന്നാണ് ആ ചെടിയുടെ പേര്. നാക്ക് വെളിയിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു ചെടി പോലെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ചെടി. ചിലരൊക്കെ കലാത്തി എന്നെല്ലാം വിളിച്ച് അതിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും കലാത്തി അല്ല, ഈ നാക്ക് വെളിയിലിട്ടിരിക്കുന്ന ഈ ചെടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ കലാത്തിയെ പോലെ, നമ്മുടെ കലേഡിയം പോലെ തന്നെ ആ കലേഡിയത്തിൻ്റെ ബൾബുകളില്ലേ, അതുപോലെ തന്നെ ഇതിനും ബൾബുകളുണ്ട്. അപ്പോൾ ഓരോരോ തൈകളായിട്ടാണ്, ഒരു ചെറിയ ബൾബോട് കൂടിയ തൈകളായിട്ടാണ് ഒരു പുതിയ ചെടിയായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ വേഗത്തിൽ വളരുന്ന ഈ ചെടിക്ക് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല. കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് ഇവ ഇരിക്കുന്നതെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീനിൽ നമ്മളെ സുന്ദരിയാക്കി നമ്മളെക്കാൾ വളരെ സ്നേഹിക്കുന്ന ഒരു ചെടിയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചെടിയുടെ ഒരു നിപ്പ്. നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് എങ്കിൽ ഇവർക്ക് ഒരല്പം വാട്ടമൊക്കെ ഉണ്ടാകും. പിന്നെ ആ ഒരു ഡാർക്ക് ഗ്രീൻ അങ്ങ് മാറി ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് അവ മാറിക്കൊണ്ടിരിക്കും. ഈ തൈകൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അവ നല്ല ഫാസ്റ്റായിട്ട് നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. ആരെയും കൊതിപ്പിക്കുന്ന ഈ ഒരു നല്ല ഭംഗിയുള്ള ചെടിയെന്ന് കണ്ടോളൂ. വ്യത്യസ്തതയാർന്ന വേറൊരു ചെടിയെ കാണിക്കാൻ പോവാണ് കേട്ടോ. ഇത് പേരുകൊണ്ട് തന്നെ നമ്മളെ ആകെ അങ്ങ് വിസ്മയിപ്പിക്കുന്ന ഒരു ചെടിയാണ്. റാപ്പിഡോപോറ എന്നാണ് ഈ ചെടിയുടെ പേര്. നമ്മുടെ പപ്പടത്തിൻ്റെ വട്ടം പോലെ ഇരിക്കുന്ന ഇലകളാണ് ഇവയുടേത്. നല്ല രസമുള്ള ഇലകളാണ്. ഇത് ശരിക്കും മരത്തിലോ അല്ലെങ്കിൽ ഭിത്തിയിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കിലോ ഒക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടിയാണ്. ഹാങ്ങിങ് ബോർഡിൽ വരെ നമുക്കിത് വെക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ലീഫുകൾ അങ്ങ് ചെറുതായിട്ട് ചുമ്മാ ഒരു കോയിൻ്റെയൊക്കെ വട്ടം പോലെ ആയി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിടത്ത് ഇതിങ്ങനെ പറ്റി പിടിച്ച് വളരുമ്പോൾ മാത്രമാണ് ഇവയുടെ ലീഫുകൾക്ക് ഇത്ര വലിപ്പം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമ്മുടെ വേറെ പടർന്നു കയറുന്നതായ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ആ പ്ലാന്റ്സൊക്കെ പോലെ തന്നെ കട്ടിങ്സ് വെച്ചിട്ട് ഇത് പിടിപ്പിക്കാനായിട്ട് പറ്റും, നമ്മുടെ മണി പ്ലാന്റുകളുടെയൊക്കെ പോലെ. അതുപോലെ തന്നെ മണി പ്ലാന്റുകളെ പോലെ ഇവ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയുടെ ഇലകൾ ചെറുതായി പോകുന്ന ആദ്യം ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴും നമ്മളൊരു റൂട്ടുള്ള ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ഒരു പുതിയ ചെടിയാക്കി പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധികം വെയിലൊന്നും വേണ്ട, കുറച്ച് വെയിൽ മതി. പക്ഷെ കാണുവാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മുടെ റാപ്പിഡോപോറ.
വ്യത്യസ്തങ്ങളായ 3 ചെടികളെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിച്ചു തന്നല്ലോ. അതുപോലെ തന്നെ പല പേരുകൾ കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന അല്ലേ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ റാപ്പിഡപ്പോറ എന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു അമ്പരപ്പ് തോന്നിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 3 ചെടികളെ ഇന്ന് ഞാൻ കാണിച്ചു തന്നു. അതിൻ്റെ പേരുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ചെടികളെയും ആ ചെടിക്കാഴ്ചകളെയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ഷെയറും ഒക്കെ തരാനായിട്ട് എന്തിനാണ് മടിക്കുന്നത്? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ ബൈ.